ാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ധനസഹായം സംസ്ഥാനം റിപ്പോർട്ട് നൽകാൻ വൈകിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിമർശനത്തിന് മറുപടിയുമായി മന്ത്രി കെ രാജൻ രംഗത്ത്. ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ കമ്മിറ്റി മുൻപാകെ 1200 കോടിയുടെ നഷ്ടം അറിയിച്ചിട്ടുണ്ട്. കേരളം പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്നും നടത്തിയിട്ടില്ല. കേരളത്തിന് അധിക സഹായം നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടും കേന്ദ്രം പരിഗണിച്ചില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാവുന്നതിനേക്കാൾ ഉയർന്ന തലത്തിൽ രാജ്യതലത്തിൽ ഇടപെടേണ്ട ദുരന്തം ആ L3 ആയി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞതിന് 4 മാസക്കാലമായിട്ട് ഒരു മറുപടിയില്ല. മേപ്പാടിയിലെ 10, 11, 12 വാർഡുകളിൽ ഈ ദുരന്തബാധിതരായ ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദേശസാൽകൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതി തള്ളാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ ഗവൺമെന്റ് കടങ്ങൾ എഴുതി തള്ളണം. 1202 കോടി രൂപയുടെ നഷ്ടമുണ്ടായ കേരളത്തിൽ ഹിമാചലിലും ത്രിപുരയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കൊടുത്തതുപോലെ കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഈ 4 മാസക്കാലമായി അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവുമില്ല. ആഗസ്റ്റ് 17 കേരളം കൊടുത്ത നിവേദനം എവിടെ പോയി? ആ മെമ്മോറാണ്ടം എവിടെ പോയി? ഇനി ഒന്നും തന്നില്ലെങ്കിലും അവസാനത്തെ ദുരന്ത ബാധിതരെ കൂടി കേരളത്തിലെ ഗവൺമെന്റ് ജനകീയമായ ഇടപെടലുകളോടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു മനസ്സായി നിന്ന് പുനരധിവസിപ്പിക്കും. ആ തയ്യാറെടുപ്പിലും ധൈര്യത്തിലും തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ കളമ്പില്ല. രേഖകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം കന്റോൺമെന്റ്